ഹലോ നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. എടാ, നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് കുമ്മാട്ടി എന്ന് പറയുന്നത്. മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ കുമ്മാട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു തനത് കലാരൂപമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കലാരൂപമാണെന്ത് കുമ്മാട്ടി എന്ന് പറയുന്നത്. പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇതൊരു ആരാധനാപരമായ കലാരൂപമാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ അതെന്താണ്, ഒരു ജനകീയമായ ഒരു വിനോദ കലാരൂപമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കുമ്മാട്ടിക്കളുടെ സവിശേഷതകളാണ് ഈ ഒരു ലേഖനത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു പാഠഭാഗത്ത് ഈ ഒരു ലേഖനം മുഴുവൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാടാ, കുമ്മാട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് പോവാണ്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരകുംഭ മാസങ്ങളിൽ കാർഷികോത്സവത്തിന്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിലൊന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക. കവുങ്ങിൻ പാളയിലോ മുരിക്കിലോ ആണ് മുഖംമൂടികൾ ഉണ്ടാക്കുക. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, നാരദൻ, ഹനുമാൻ, ശിവഭൂതഗണങ്ങളായ കുംഭൻ, കുംഭോദരൻ, തള്ള എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാണ കഥാപാത്ര സന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറുസംഘങ്ങളും ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിറങ്ങുന്നത്. കുമ്മാട്ടിക്കളിക്ക് നിയതമായ നൃത്ത ചുവടുകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട്. ഇതാണ് കുമ്മാട്ടിക്കളിയുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ കുമ്മാട്ടി കുളിച്ച് സമഗ്രമായിട്ട് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങുന്ന കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി എന്ന് പറഞ്ഞാണ് നമ്മുടെ പാഠം എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അപ്പോൾ പാഠം നമ്മൾ മുഴുവനായിട്ട് വായിക്കുന്നില്ല. പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ്സ് ഏതാണെന്ന് നോക്കാം. പാലക്കാട്, വയനാട് ജില്ലകളിൽ മകരം, കുംഭം മാസങ്ങളിൽ വിളവെടുപ്പ് ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ കലാരൂപം. ഇത് ദേവിക്കുള്ള ഒരു അനുഷ്ഠാനപരമായി ആഘോഷിച്ചു വരുന്നു. പാലക്കാട് ഒറ്റപ്പാലം താലൂക്കിൽ കാർഷികോത്സവത്തിന് തുടക്കം കുറിക്കുന്നതാണ് കുമ്മാട്ടി. മുളയിടുക എന്നാണ് അവർ അതിനു വേണ്ടി പറയുന്നത്. തള്ള, പന്നി എന്നിവ കുമ്മാട്ടിയിലെ പ്രധാന വേഷങ്ങളാണ്. പന്നി വേഷത്തിന് വാഴച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. കുമ്മാട്ടിക്കളിക്ക് പാട്ടുണ്ട്. പാട്ടിന് താളം കൊടുക്കുന്ന വാദ്യം ഓണവില്ല് എന്ന് അറിയപ്പെടുന്നു. ശരീരം മറക്കാൻ പർപ്പടകപ്പുല്ല് കാഞ്ഞിരവള്ളി കൊണ്ട് മെടയുന്നു. വ്യക്തിയെ തിരിച്ചറിയാതിരിക്കാൻ തലയിൽ തോർത്തുമുണ്ട് കെട്ടി മുഖത്താവരണം കെട്ടുന്നു. കുമ്മാട്ടിക്കളിയുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന അഭ്യാസ പ്രകടനമാണ് പന്നി മറച്ചിൽ എന്ന് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. തൃശ്ശൂർ ജില്ലയിലെ ഓണക്കാലത്താണ് ഇത് അരങ്ങേറുന്നത്. തൃശ്ശൂർ കുമ്മാട്ടി ഒരു വിനോദ കലാപ്രകടനമാണ്. വീടുകൾ തോറും കയറി ഇറങ്ങി കളിക്കുന്നത് കൊണ്ട് കുമ്മാട്ടിയെ ദേശക്കുമ്മാട്ടി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് കുമ്മാട്ടിയെ ദേശക്കുമ്മാട്ടി എന്ന് വിളിക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വീടുകളിൽ എന്ത് ചെയ്യുന്നു, കുമ്മാട്ടി കെട്ടി എന്ത് ചെയ്തു, അവതരിപ്പിച്ചു പോരുന്നു. അതുകൊണ്ടാണ് ദേശക്കുമ്മാട്ടി എന്ന് വിളിക്കുന്നത്. കുമ്മാട്ടി സംഘം അടുത്തുള്ള ക്ഷേത്രത്തിൽ നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാണ കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറുസംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിരുന്നത്. ഇതാണ് കുമ്മാട്ടി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാഠഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഒരുപാട് നാടൻ കലാരൂപങ്ങളെ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. മുടിയേറ്റ്, പടയണി, തെയ്യം, തിറ, കോൽക്കളി, ഇതൊക്കെ എന്താണ്, നാടൻ കലാരൂപങ്ങളാണ്. കഥകളിയും കൂടിയാട്ടവും ഭരതനാട്യവും ഒന്നും എന്തല്ല, നാടൻ കലാരൂപമല്ല. അപ്പൊ അത്തരത്തിൽ നാടൻ കലാരൂപമായിട്ടുള്ള കുമ്മാട്ടിയെ പോലുള്ള മറ്റേതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതാണ് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നാടൻ കലാരൂപത്തെ കുറിച്ചുള്ള ഒരു വിവരണം എന്ത് ചെയ്യണം, മനസ്സിൽ തയ്യാറാക്കി വെക്കണം. മാഷ് തെയ്യം എന്ന് പറയുന്ന കലാരൂപത്തെ കുറിച്ചാണ് ഇവിടെ എഴുതുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ള, അവിടെ അവതരിപ്പിക്കുന്ന, കോഴിക്കോടും വയനാടും എന്തുണ്ട്, തെയ്യമുണ്ട്. ഇത്തരം ജില്ലകളിൽ അവതരിപ്പിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ്. തെയ്യത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനൊരു കുറിപ്പ് തയ്യാറാക്കുകയാണ്. ദൈവം എന്ന പദത്തിൽ വകഭേദത്തിൽ നിന്നാണ് തെയ്യം എന്ന പേര് ഉണ്ടായത്. കേരളത്തിലെ വടക്കൻ മലബാറായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലനിൽക്കുന്ന അതിപ്രാചീനവും ജനപ്രിയവുമായ ഒരു അനുഷ്ഠാന കലാരൂപമാണിത്. മനുഷ്യർ ദൈവത്തിന്റെ വേഷം കിട്ടി ദേവതയായി മാറി ഭക്തർക്ക് അനുഗ്രഹവും ഐശ്വര്യവും നൽകുന്നു എന്നതാണ് തെയ്യത്തിന് പിന്നിലെ പ്രധാന വിശ്വാസം. ചില പ്രദേശങ്ങളിൽ ഇത് കളിയാട്ടം എന്നും തിറ എന്നും അറിയപ്പെടുന്നു.
സാധാരണയായി മലയാള മാസം തുലാമാസം 10-ാം തീയതി മുതൽ ഇടവ മാസം വരെയാണ് കാവുകളിലും തറവാട്ടുകളിലും തെയ്യക്കാലം നടക്കുന്നത്. ചെണ്ട, ഇലത്താളം, കുഴൽ എന്നിവയാണ് തെയ്യം അവതരിപ്പിക്കുമ്പോൾ ആവശ്യമുള്ള വാദ്യോപകരണങ്ങൾ. അവരുടെ ശരീരത്തിലും മുഖത്തിലൊക്കെ ചായം തേക്കാറുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് മനയോല, കരി എന്ന് തുടങ്ങിയ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ളതാണ് തെയ്യം എന്ന് പറയുന്ന നാടൻ കലാരൂപം. അപ്പൊ തെയ്യം തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു നാടൻ കലാരൂപം എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളും വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാച്ചിനകത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ ബാച്ചിനകത്തെ ക്ലാസ്സുകൾ പരിചയപ്പെടാനും ഇപ്പം നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ആഗസ്റ്റ് 3-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ പുതിയ ബാച്ച് ആരംഭിക്കുന്ന സമയത്ത് ഇതൊരു ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ചാണ്. അപ്പോൾ ഓണത്തേക്ക് മാത്രമല്ല, നമ്മൾ ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവനാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്നത്. റെക്കോർഡ് വീഡിയോസും അതുപോലെ സൂം ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഏത് സമയത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഒപ്പം വൺ ഷോട്ടുകൾ, എല്ലാ വിഷയങ്ങളുടെയും എല്ലാ സബ്ജക്റ്റിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, വൺ ഷോട്ട് റെക്കോർഡ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വൺ ഷോട്ടുകൾ കാണുമ്പോൾ എന്താണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പരീക്ഷയുടെ തൊട്ട് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള വൺ ഷോട്ട് വീഡിയോസ് എന്താണ് ലഭ്യമാണ്. മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന അടിപൊളി ബാച്ചാണ് എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം മക്കളെ, ഈ ഒരു ഓണം എക്സാമിന്റെ സമയത്ത് നമ്മൾ ഒരു ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി താഴെ കൊടുത്തിരിക്കുന്നു. ഈ ലിങ്കിനകത്ത് കയറിയ ആളുകൾക്ക് മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈവ് കഴിഞ്ഞുള്ള നിങ്ങളുടെ നോട്ടുകൾ, അതുപോലെ പ്രധാനപ്പെട്ട PDF-കൾ, ഡോക്യുമെന്റുകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, താഴെ കാണിച്ചിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഒപ്പം എജുപോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എജുപോർട്ടിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോവാണ്. ഓണം സ്പെഷ്യൽ ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ ആണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് എജുപോർട്ട് എന്ത് ചെയ്യാം, ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാതെയും പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മുടെ എജുപോർട്ടിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾ ക്ലാസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ആ സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തികച്ചും സൗജന്യമായിട്ട് എന്ത് ചെയ്യുക, കണ്ട് ആസ്വദിക്കുക. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓണപരീക്ഷയ്ക്ക് നിങ്ങളെ എല്ലാ സപ്പോർട്ടും നൽകുന്ന എജുപോർട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസരമാണ് എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.